നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 കമൻറ്റുകളിൽ ഒന്ന്, മക്കളില്ലാതെ വിഷമിക്കുന്നു ഉസ്താദേ, വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷമായി, 15 വർഷമായി, 10 വർഷമായി, എനിക്ക് കുട്ടികളില്ല. അതുപോലെ എൻ്റെ മകൾക്ക് വിവാഹം കഴിഞ്ഞു, അവർക്ക് കുട്ടികളില്ല. ഉസ്താദ് പ്രത്യേകം ദുആ അരക്കണം. ഇതൊരു ദുആ വസിയ്യത്ത്. മറ്റൊരു ദുആ വസിയ്യത്ത്, ഉസ്താദെ കുട്ടികൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, ആ കുട്ടികളൊന്ന് സ്വാലിഹീങ്ങളാവാൻ, പറഞ്ഞാൽ അനുസരണയുള്ളവരാവാൻ, അവരുടെ ദേഷ്യമൊക്കെ ഒന്ന് മാറാൻ ദുആ ചെയ്യണേ. 2 പ്രശ്നങ്ങളാണ്. ഈ 2 പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. ആ പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്നത്. മക്കൾ സൽസന്താനങ്ങളാവാൻ മഹാന്മാരായ പ്രവാചകന്മാർ പോലും ദുആ ചെയ്തിട്ടുണ്ടെന്നാണ്. അത്തരത്തിൽ വലിയ പ്രവാചകനായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ സന്താനങ്ങൾക്ക് വേണ്ടി 2 ദുആ ചെയ്തിട്ടുണ്ട്. അത് ഖുർആനിലുണ്ട്. ഇബ്രാഹിം നബി തൻ്റെ സന്താനങ്ങൾക്ക് വേണ്ടി ചെയ്ത 2 പ്രാർത്ഥന, 2 ദുആ ഏതെന്നറിയോ? മകൾ പറഞ്ഞിട്ടനുസരിക്കുന്നില്ല, മകനിക്ക് എപ്പോഴും ദേഷ്യമാണ്, മകളുടെ വിവാഹക്കാര്യം ശരിയാകുന്നില്ല, മകൻ്റെ ജോലിക്കാര്യം ശരിയാകുന്നില്ല. ഇങ്ങനെ മക്കളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന മാതാപിതാക്കൾ അവർ ചെയ്യേണ്ട, പ്രത്യേകിച്ച് ഉമ്മമാർ തൻ്റെ മക്കൾക്ക് വേണ്ടി, തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട 4 ആത്മീയമായ മരുന്നുകൾ, അത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിശദമായി കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ ആദരവ് നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹുവിൻ്റെ എല്ലാവിധ ഖൈറുകളും സലാമത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് നിഅമത്തുകളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ മക്കളുടെ രൂപത്തിൽ, അതുപോലെ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളുടെ രൂപത്തിൽ, നമ്മുടെ വീട്, നമ്മുടെ സമ്പത്ത് എല്ലാം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. അള്ളാഹു അതെല്ലാം നിലനിർത്തി തരുകയും ആ തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ എല്ലാവിധ ബറക്കത്തും നൽകുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നു അവരുടെയും നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങൾക്കും അള്ളാഹു ശിഫാ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില സുപ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ സന്താനങ്ങൾ, മക്കൾ, ആ മക്കളെ പറ്റി നബി തങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അൽ ഔലാദു റൈഹാനത്തു മിനൽ ജന്ന. മക്കളെന്ന് പറഞ്ഞാൽ അവർ സ്വർഗീയ പുഷ്പങ്ങളാണ്, സ്വർഗീയ സുഗന്ധമുള്ള പുഷ്പങ്ങളാണെന്ന് പോലും മഹാന്മാരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതായത് ഒരു കുട്ടി ഉണ്ടാവുക, വിവാഹത്തിന് ശേഷം ഇപ്പോൾ ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ 3 നിയ്യത്താണ് അവൻ്റെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. അത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, വിവാഹം കഴിക്കുന്ന വരനാവട്ടെ വധുവാവട്ടെ, അവർ ആ വിവാഹ സമയത്ത് അവർ മനസ്സിൽ കരുതേണ്ട 3 നിയ്യത്തുകളാണ്. ഒന്നാമത്തേത്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്. ഈ നിക്കാഹ് എന്ന് പറഞ്ഞാൽ സുന്നത്താണ്. അതല്ലാതെ എൻ്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ കല്യാണം കഴിച്ചു, എൻ്റെ അയൽവാസികൾ കല്യാണം കഴിച്ചത് കൊണ്ട് ഞാനും കല്യാണം കഴിക്കുന്നു, അങ്ങനെയല്ല. ഇത് ഇത്തിബാഉ സുന്ന, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്. രണ്ടാമത്തേത്, ഈ ദുനിയാവിലുള്ള കുടുംബജീവിതം എനിക്ക് നാളെ സ്വർഗത്തിലും കിട്ടണം എന്ന ഒരു അഭിലാഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണമെന്നാണ്. സ്വർഗത്തിൽ കടക്കുമ്പോൾ ഈ ദുനിയാവിൽ 2 അമലുകളാണ് സ്വർഗത്തിൽ ഉണ്ടാവുക. ഒന്ന് നമ്മുടെ വിശ്വാസം, 2 കുടുംബജീവിതം. അപ്പോൾ ഇവിടെയുള്ള ഈ കുടുംബജീവിതം സന്തോഷത്തോടുകൂടി നാളെ സ്വർഗത്തിലും ഉണ്ടാവണമെന്നുള്ള 2ാമത്തെ നിയ്യത്ത്. 3ാമതായി മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു, നിക്കാഹിന്റെ 3ാമത്തെ ലക്ഷ്യം, 3ാമത്തെ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ സന്താന പരമ്പരകൾ ഉണ്ടാവുക എന്നതാണ്. വംശം നിലനിർത്തുക, സന്താന പരമ്പരകൾ ഉണ്ടാവുക. ഒരു പുരുഷനും സ്ത്രീയും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, കുട്ടി ഉണ്ടാവുക എന്നത് അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. എത്രയോ നമ്മുടെ വീഡിയോകൾ കാണുന്ന എത്രയോ ആളുകൾ
അവരുടെയൊക്കെ കമന്റ് സെക്ഷനൊക്കെ നോക്കിയാൽ ഒരുപാട് പേര് കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി ഉസ്താദെ മക്കളില്ല, അത് വാരക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ് രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾ അത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. അപ്പൊ നിക്കാഹിന്റെ മൂന്നാമത്തെ നിയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല സന്താന പരമ്പരകൾ ഉണ്ടാവണമെന്ന് നല്ല ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹു മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കുമാറാവട്ടെ. നമുക്ക് നൽകിയിട്ടുള്ള സന്താനങ്ങൾ മക്കളിൽ അള്ളാഹു സ്വലാഹിയത്ത് നിറച്ചു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ മക്കൾ എന്ന് പറഞ്ഞാൽ അത് മാതാപിതാക്കൾക്ക് താങ്ങാണ്, തണലാണ്, ഒരു പിടിവള്ളിയാണ്, അവരുടെ പരമ്പര നിലനിർത്തുന്നവരാണ്, സ്വർഗത്തിലേക്കുള്ള വഴികാട്ടികളാണ്. എന്നാൽ ഇന്ന് പല ആളുകളും മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, മറ്റൊരു സ്ഥലത്ത് ഉള്ള മക്കളെ കൊണ്ട് ഇടങ്ങേറാകുന്ന ആളുകളുണ്ട്. അല്ലാഹ്, ഇങ്ങനത്തെ ഒരു മകൻ, ഇങ്ങനത്തെ ഒരു മകൾ എനിക്ക് ഇല്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന, അത്രമാത്രം മക്കളെ കൊണ്ട് അവരുടെ ദുസ്വഭാവം കൊണ്ട് ഇടങ്ങേറിലാകുന്ന ഉമ്മയും വാപ്പയും ബന്ധുമിത്രാദികളുമുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം സ്വാലിഹീങ്ങളാക്കുമാറാവട്ടെ. എല്ലാ ദുസ്വഭാവങ്ങളും തൊട്ടും അള്ളാഹു കാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മുടെ മക്കളെ നമ്മൾ ഒരു കാര്യത്തിനും നിർബന്ധിക്കാൻ പാടില്ല. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു, +1 അഡ്മിഷൻ, അതിൻ്റെ ഒരു സമയത്ത് മാതാപിതാക്കൾ കൂടുതൽ പ്രഷർ ചെയ്യുന്നതായി കാണാം. അതായത് നീ +1 ഹ്യൂമാനിറ്റീസ് എടുത്താൽ മതി, അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്താൽ മതി, അല്ലെങ്കിൽ ബയോമാക്സ് എടുത്താൽ മതി. ഇത് പല കുട്ടികളും +1 +2 പഠിക്കുന്നത് അവരുടെ താല്പര്യത്തിലല്ല, മാതാപിതാക്കളുടെ താല്പര്യത്തിലാണ്. അവരിങ്ങനെ നിർബന്ധിക്കുകയാണ്. അല്ലെങ്കിൽ +2 കഴിഞ്ഞ് പിന്നെ ഡിഗ്രിക്ക് ഏത് പോകണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഉമ്മയും വാപ്പയും പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിൽ കടന്നു വരുന്നുണ്ട്. അങ്ങനെയല്ല. നമ്മുടെ കുട്ടികളുമായി നമ്മൾ മുഷാവറ ചെയ്യുക, ചോദിക്കുക, നിനക്ക് എങ്ങനെയാണ്, ഏത് മേഖലയാണ് നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുക, ഏത് കോഴ്സ് എടുത്താലാണ് മോനിക്ക് പഠിക്കാൻ പറ്റുക. അവനോട് നമ്മൾ ഒരു മുഷാവറ കൂടിയിട്ട് വേണം, അവരുടെയും കൂടി അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് വേണം നമ്മളൊരു അഭിപ്രായം അവരുടെ മുന്നിലേക്ക് വെക്കാൻ. കാരണം നമ്മുടെ കാലത്തുള്ളത് പോലെയല്ല ഇന്ന് നമ്മുടെ മക്കൾ ജീവിക്കുന്ന കാലം. നമ്മുടെ കാലം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വലിയ പിടുത്തം കാലമായിരുന്നു, വസ്ത്രങ്ങൾ നമുക്ക് നല്ലതുപോലെ ധരിക്കാനില്ലാത്ത കാലമായിരുന്നു. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് സുഭിക്ഷമായ ഭക്ഷണമുണ്ട്, നമുക്കിഷ്ടം പോലെ വസ്ത്രമുണ്ട്. ഇന്ന് മക്കളെന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ എന്ന് നമുക്ക് പറയാം, കുട്ടികൾ മൊബൈൽ എന്ന ചിന്തയിലാണ് ഉള്ളത്. ചെറിയ കുട്ടികൾക്ക് പോലും നമുക്കറിയാത്ത ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള മൊബൈലുകൾ കൈകാര്യം ചെയ്യാൻ നമ്മുടെ ചെറിയ മക്കൾക്കറിയാം. അപ്പോൾ അവരോട് കൂടുതൽ അമിതമായി നമ്മൾ ശാഠ്യം പിടിക്കാൻ പാടില്ല, കാരണം അവർ ഒടിഞ്ഞു പോകും. എന്നാൽ ഇരു കൈയും അവരിൽ നിന്നും അയച്ചു വിടാനും പാടില്ല, അവർ വളഞ്ഞു പോകും. അപ്പോൾ ഒടിയാനും പാടില്ല, വളയാനും പാടില്ല, നേരെ നമ്മുടെ മക്കളെ കൊണ്ടുപോകണം. അതുകൊണ്ട് കൂടുതൽ ശാഠ്യം പിടിക്കാനും പാടില്ല, അതുപോലെ തന്നെ കൂടുതൽ അയച്ച് എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കാനും പാടില്ല. ഒരു പിടുത്തം എപ്പോഴും നമ്മുടെ മക്കളിൽ ഉണ്ടാവണം. അള്ളാഹു തആല നമ്മുടെ മക്കളെ ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മക്കളെ കൊണ്ട് നന്മയുണ്ടാവുക, മക്കളെ കൊണ്ട് തിന്മയുണ്ടാവുക എന്നത് മഹാന്മാരായ പ്രവാചകന്മാരുടെ കാലം മുതലേ ഉള്ളതാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ 2 സന്താനങ്ങളാണ്, ഒന്ന് കാബീലും 2 ഹാബീൽ. കാബീൽ ഈ ഹാബീൽ എന്ന് പറയുന്ന സഹോദരനെ കൊന്നുകളഞ്ഞു. ഈ ആദം നബിയുടെ മകനാകുന്ന കാബീൽ ചെയ്ത ഈ വലിയ ഒരു പാപം, ഈ വലിയ ഒരു തെറ്റ്, ആ തെറ്റിന്റെ പേരിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും മഹദിയായ ഹവ്വാ ബീവിയും ആ 2 മാതാപിതാക്കൾ ഒരുപാട് പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചവരാൻ. അപ്പോൾ മക്കളെ കൊണ്ട് ഇടങ്ങേറാവുക എന്നുള്ളത്, മക്കളെ കൊണ്ടുള്ള പ്രയാസം അനുഭവിക്കുക എന്നുള്ളത്, അത് പ്രവാചകന്മാരുടെ, മനുഷ്യന്റെ ആദ്യം മുതൽ തന്നെ ഉള്ള ഒരു കാര്യമാണ്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നൂഹ് നബിയുടെ ചരിത്രം നമുക്കറിയാമല്ലോ. ഒരു കപ്പൽ നിർമ്മിച്ചു, വിശ്വാസികളായ ആളുകൾ ആ കപ്പലിൽ കയറി. അതുപോലെ ലോകത്തുള്ള എല്ലാ ജീവികളിൽ നിന്നും ഓരോ ഇണകളെയും അല്ലാഹു തആലയുടെ പ്രത്യേകമായ ഓർഡറോടുകൂടി ആ കപ്പലിൽ കയറ്റുകയാണ്. ആ സമയത്ത് മഹാനായ നൂഹ് നബിയുടെ 2 ഭാര്യമാരിൽ ഒരു ഭാര്യ, അവർ പറഞ്ഞു, ഓ ഞാൻ വരുന്നില്ല നിങ്ങളുടെ കപ്പലിൽ കയറാൻ. ഇനി അഥവാ വെള്ളപ്പൊക്കം വന്നാൽ ഞാൻ ആ മലയുടെ മുകളിൽ കയറിക്കൊള്ളാം. അതൊരു അവിശ്വാസിയായ ഒരു ഭാര്യയായിരുന്നു എന്നാണ്. ഇങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കൾ ഉൾപ്പെടെ മുഅ്മിനീങ്ങളൊക്കെ
കപ്പലിൽ കയറിയപ്പോൾ ഒരു മകൻ, ആ മകന്റെ പേര് പറയുന്നത് തഫ്സീറിൽ കാണാം യാം എന്നാണ്. ഈ യാം എന്ന് പറയുന്നു, മറ്റൊരു തഫ്സീറിൽ കാണാൻ പറ്റുന്നത് കനാൻ എന്നാണ്. ഈ കനാൻ എന്ന മകൻ പറഞ്ഞു, ഞാൻ കയറില്ല, കാരണം എൻ്റെ പിതാവ് പറയുന്ന അള്ളാഹുവിൽ വിശ്വസിക്കാൻ എന്നെ കിട്ടില്ല. ഇനി അഥവാ ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ വന്നാൽ ആ കാണുന്ന മലയുടെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് ആ മകൻ പറയുകയാണ്. പക്ഷെ എന്തായി? വെള്ളപ്പൊക്കം വന്നു, വലിയ മഴ പെയ്തു, വലിയ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങിത്താഴുകയാണ് ഈ കനാൻ എന്ന മകൻ. ആ കനാൻ എന്ന മകനെ നോക്കിയിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിതുമ്പി പറയുന്ന വർത്തമാനങ്ങൾ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും മക്കളെ കൊണ്ടുള്ള ഇടങ്ങേറ് സഹിച്ചവരാണ്. പിന്നെ മറ്റ് പ്രവാചകന്മാർ, പല പ്രവാചകന്മാരും പല സ്വഹാബിമാരും അതുപോലെ തന്നെ മറ്റ് ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങൾ, വലിയ മഹത്തുക്കളുടെ ചില മക്കളൊക്കെ വഴിതെറ്റി പോകുന്നതായി നമുക്ക് ചരിത്രത്തിന്റെ കിതാബുകളിലൊക്കെ കാണുവാൻ പറ്റും. അപ്പോൾ മക്കൾ വഴിതെറ്റി പോവുക എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ ഒരു വിധിയാണ്. ആ വിധി ഇല്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും ദുആ ചെയ്യുക, എപ്പോഴും നല്ലതുപോലെ ദുആരക്കുക. മക്കളെ കൊണ്ട് കൺകുളിർമ കിട്ടിയ പ്രവാചകന്മാരുണ്ട്, മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന എത്രയോ മാതാപിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അൽഹംദുലില്ലാഹ്, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മോള്, അവൾ അല്ലെങ്കിൽ അവൻ എന്നെ പൊന്നുപോലെയാണ് ഉസ്താദെ നോക്കുന്നത്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ അവർ കഴിക്കാറുള്ളൂ, ഞാൻ ഉറങ്ങിയിട്ടേ അവർ ഉറങ്ങാറുള്ളൂ, അതുപോലെ തന്നെ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കൾ ചെയ്തു തരും. ഇങ്ങനെ ഒരു മകൻ, ഇങ്ങനെ ഒരു മകൾ അല്ലാഹുവേ ഇതുപോലെ വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് മക്കളുടെ പ്രവർത്തനങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അല്ലാഹു തആല അത്തരത്തിലുള്ള മക്കളിലും അത്തരത്തിലുള്ള മാതാപിതാക്കളിലും നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനാകുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പ്രവർത്തനങ്ങൾ കണ്ട് സന്തോഷിച്ച ആളാണ്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനാകുന്ന യഹ്യാ നബിയെ കണ്ട് സന്തോഷിച്ചവരാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ രണ്ട് മക്കളാകുന്ന ഒന്നാമത്തെ ആള് ഇസ്മായിൽ നബിയും രണ്ടാമത്തെ ആള് ഇസ്ഹാഖ് നബിയും അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് സന്തോഷിച്ചവരാണ്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മക്കളാകുന്ന 7 മക്കൾ, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും കണ്ട് സന്തോഷിച്ച ആളാണ്. അപ്പോ മക്കളെ കൊണ്ട് സന്തോഷിക്കുന്നവരുണ്ട്, മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു തആല നമ്മുടെ മക്കളെയെല്ലാം സ്വാലിഹീങ്ങളാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി പറയാനുള്ളത്, മക്കൾ നന്നാവാൻ പ്രവാചകന്മാർ, പ്രത്യേകിച്ച് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ദുആയാണ്. 2 ദുആയാണ് ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളുമായി ബന്ധപ്പെട്ട്, സന്താനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെയ്തിട്ടുള്ള ദുആ. 2 ദുആയാണ്. അതെൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പഠിപ്പിച്ച് നൽകാം. എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ വയസ്സാകുന്നവരാവട്ടെ, ഇനി കല്യാണം കഴിക്കാത്തവരാണെങ്കിലും ഒക്കെ ഈ ദുആ എപ്പോഴും പറയുക. കാരണം നമുക്ക് മാത്രമല്ല നമ്മുടെ പരമ്പരകൾക്കും ഈ ദുആയിൻ്റെ വലിയ അസർ, വലിയ പ്രതിഫലം എത്തുമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്യുന്ന ഒരു ദുആയുണ്ട്. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിന്റെ 74-ാമത്തെ ആയത്തിലാണ് അതുള്ളത്. എന്താണ്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 2 ഭാര്യമാരാണ്. ഒന്ന് മഹദിയായ സാറാ ബീവിയാണ്, രണ്ടാമത്തേത് ഹാജറ ബീവിയാണ്. ഈ ഹാജറ ബീവിയിലാണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നത്. സാറാ ബീവിയിലാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. ആ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സന്താനങ്ങൾക്ക് വേണ്ടി, സൽസന്താനങ്ങൾക്കും നല്ല ഭാര്യമാർക്ക് വേണ്ടിയും ദുആ ചെയ്തിരുന്നു. എങ്ങനെയാണ് ദുആ? എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, നമ്മളും ഈ ദുആ എപ്പോഴും ചെയ്യണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നല്ല സന്താനങ്ങൾക്ക് വേണ്ടി ചെയ്ത ദുആയാണ്. ഒരു പ്രവാചകൻ ചെയ്ത ദുആയായതുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുമെന്നതിൽ യാതൊരു തടസ്സവുമില്ല, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഇന്നു മുതൽ വാപ്പയാകുന്ന ഞാനും, ഉമ്മമാരാകുന്ന നിങ്ങളും, വാപ്പമാരാകുന്ന നിങ്ങളുമൊക്കെ നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നല്ല സന്താന പരമ്പരകൾക്ക് വേണ്ടി ഈ ദുആ പറയണേ.
ഏതാണ് ദുആ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ സന്താനങ്ങൾ, അവരിൽ നിന്നും നീ ഞങ്ങൾക്ക് ഓശാരമായി കൺകുളിർമ നൽകണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി ഞങ്ങളെ നീ മാറ്റണേ എന്നാണ് അതിൻ്റെ ഏകദേശ അർത്ഥം. അപ്പോൾ ആ ദുആ നമ്മൾ പഠിച്ചു വെക്കുക, നമ്മൾ പറയാൻ ശ്രമിക്കുക. ഇനിയോ മറ്റൊരു ദുആയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത മറ്റൊരു ദുആയാണ്. സൂറത്തു സ്വാഫാത്തിന്റെ 100-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്ന ദുആ? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഉമ്മമാരെ, അതുപോലെ തന്നെ മക്കളില്ലാതെ ആ ഒരു വേദന കടിച്ചമർത്തി ജീവിക്കുന്ന എത്രയോ സഹോദരന്മാരുണ്ട്. അവർക്ക് വേണ്ടി പറഞ്ഞു തരട്ടെ, ഈ ദുആ നിങ്ങൾക്ക് നിത്യമാക്കാൻ സാധിക്കുമോ? ഏത് ദുആ? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ എനിക്ക് നീ ഓശാരമായി നൽകണേ അല്ലാ എന്നർത്ഥം വരുന്ന സൂറത്തു സ്വാഫാത്തിന്റെ 100-ാമത്തെ ഈ ആയത്ത് നിങ്ങൾ നിത്യമാക്കി കഴിഞ്ഞാൽ നമ്മുടെ സന്താനങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടുന്നവരാകും, നമുക്ക് വഴിപ്പെടുന്നവരാകും. സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാവാനും ഈ ദുആ ഉപകരിക്കുന്നതാണ്. അപ്പോൾ 2 ദുആ നമ്മൾ പഠിച്ചു ഇബ്രാഹിം നബിയുടെ. ഇനിയോ മക്കൾ നന്നാവാൻ ചെയ്യേണ്ട, മോശത്തരത്തിലേക്ക് പോവാതിരിക്കാൻ, മക്കളുടെ ഭാവി സുരക്ഷിതമാവാൻ എൻ്റെ ഉമ്മമാര് മാത്രമല്ല ഉപ്പമാരും, പ്രത്യേകിച്ച് ഉമ്മമാരെ, നിങ്ങൾ ചെയ്യേണ്ട 4 കാര്യങ്ങളാണ് ഇനി വിശദമായി നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് അവർക്ക് വേണ്ടി ചെയ്യുന്ന ദുആയാണ്. മക്കൾക്ക് വേണ്ടി, മക്കളുടെ സ്വലാഹിയത്തിന് വേണ്ടി ഒരു ഉമ്മയും ഉപ്പയും ദുആ ചെയ്താൽ, ഒരു ഉമ്മയും വാപ്പയും ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന്. മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദുആഉൽ വാലിദി ലി വലദിഹി കദുആഇൻ നബിയ്യി ലി ഉമ്മത്തി. ഒരു ഉമ്മ, ഒരു വാപ്പ തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ, അവരുടെ ഖൈറാത്തുകൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ, അതൊരു പ്രവാചകർ അവരുടെ സമുദായത്തിന് വേണ്ടി ചെയ്യുന്ന ദുആ പോലെയാണ്. അതുകൊണ്ട് വലിയ അസറുണ്ട് നിങ്ങളുടെ നാവുകൾക്ക്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് നല്ലതിന് വേണ്ടി ദുആ ഇറക്കണേ. എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിച്ചാൽ, എന്തെങ്കിലും ഒരു നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം കാണിച്ചാൽ അവർക്ക് അനുകൂലമായിട്ട് ദുആ ഇറക്കണം. അല്ലാഹുവേ, എൻ്റെ മകൾക്ക് നീ നല്ല ബോധം കൊടുക്കണേ, അല്ലാതെ നീ നശിച്ചു പോടാ, നീ അങ്ങനെ ആവൂടാ, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ഒരിക്കലും ശാപത്തിന്റെ വാക്ക് എൻ്റെ ഉമ്മമാരെ നമ്മുടെ മക്കളുടെ മേൽ നിങ്ങൾ വർഷിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. എപ്പോഴും അനുകൂലമായിട്ട് ദുആ ഇറക്കണം. ഏത് സമയത്താണ് നമ്മുടെ മക്കൾ സ്വഭാവം മോശമായി പോകുന്നതെന്നറിയില്ല, ഏത് സമയത്താണ് സ്വഭാവം നന്നാകുന്നതെന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി നല്ലതുപോലെ ദുആ ഇറക്കണം. മഹാനായ ബുഖാരി ഇമാം റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ ജനിച്ചപ്പോൾ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ആളായി അന്ധനായിട്ടാണ് ജനിച്ചത്. പക്ഷേ മഹാനായ ബുഖാരി ഇമാമിന്റെ ഉമ്മ ദുആയിരുന്നു, അല്ലാഹുവേ, എൻ്റെ മകനിക്ക് നീ കണ്ണിന് കാഴ്ച കൊടുക്കണേ അല്ലാ. ലോകത്തുള്ള ജനങ്ങളുടെ കണ്ണുകൾ എൻ്റെ മകനിലേക്ക് നീ അടുപ്പിക്കണേ അല്ലാ എന്ന ദുആ കാരണം അല്ലാഹു തആല കണ്ണിന് കാഴ്ച കൊടുത്തു. സ്വഹീഹുൽ ബുഖാരി എന്ന വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ വിശ്വവിഖ്യാതമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരി, ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ആ ഗ്രന്ഥം ലോകത്തിലെ മുസ്ലിമീങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ പരതി നോക്കുകയാണ്. അവർ ഉമ്മയുടെ ദുആഇന്റെ ഫലമാണ്, ഉമ്മയുടെ ദുആഇന്റെ ഫലമാണ്. അപ്പോൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അതൊരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. രണ്ടാമതായി ശ്രദ്ധിക്കാനുള്ളത്, മക്കൾ നന്നാവണം, എൻ്റെ മകൻ നന്നാവണം, അവൻ കഞ്ചാവിൽ പെട്ടുപോകരുത്, മറ്റ് മോശത്തരത്തിൽ പെട്ടുപോകരുത്, മയക്കുമരുന്നിൽ പെട്ടുപോകരുത് എന്ന് നല്ല മനസ്സിൽ നമ്മൾ നല്ല നിയ്യത്ത് കരുതി നമ്മുടെ മക്കളുടെ ഖൈറാത്തുകൾ കരുതിയിട്ട് എല്ലാ ദിവസവും ഇശാ മഗ്രിബിന്റെ ഇടയിൽ കുറച്ച് ആയത്തുകൾ മാത്രമുള്ള ഒരു സൂറത്തുണ്ട് വിശുദ്ധമായ ഖുർആനിൽ. ആ സൂറത്തിന്റെ പേരാണ് സൂറത്തു ശംസ്. സൂറത്തു ശംസ് ഓതാൻ എല്ലാ ദിവസവും ശ്രദ്ധിക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ എന്ന് തുടങ്ങുന്ന സൂറത്തു ശംസ്. ആ സൂറത്തു ശംസ് നമ്മുടെ മക്കൾ നന്നാവണം, അവരുടെ ജോലി, അവരുടെ വിവാഹം, അവരുടെ കുടുംബജീവിതം എല്ലാം ഖൈറിലാവണം എന്ന നിയ്യത്തിൽ എന്ത് ചെയ്യുക? ഇശാ മഗ്രിബിന്റെ ഇടയിൽ
ഒരു പ്രാവശ്യം ഓതിയാൽ മതി. സൂറത്തു ശംസ് ഓതാൻ വിട്ടുപോകരുത്. എല്ലാ ഉമ്മമാരും ഇന്നു മുതൽ കൃത്യമാക്കുക, ഉപ്പമാരും അത് ഓതാൻ ശ്രമിക്കുക. ഇതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, മക്കൾ നന്നാവണോ, ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? സുബഹി നമസ്കാരത്തിന് ശേഷം 3 വട്ടം ഒരു ദുആ ഞാൻ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പഠിപ്പിച്ചു നൽകാം. ആ ദുആ നിങ്ങൾ 3 പ്രാവശ്യം പറയാൻ ശ്രദ്ധിക്കണേ സുബഹി നമസ്കാരത്തിന് ശേഷം. ഏതാണ് ആ ദുആ? മക്കൾ നന്നാവാൻ നമുക്ക് മഹാന്മാരെ പഠിപ്പിച്ചു നൽകിയ ഒരു ദുആയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഔലാദിനാ വലാ തദുർറഹും വവഫിഖ്ഹും ലിത്വാഅതിക വർസുഖ്നാ ബിർറഹും യാ റബ്ബൽ ആലമീൻ. ഒന്നുകൂടി, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഔലാദിനാ വലാ തദുർറഹും വവഫിഖ്ഹും ലിത്വാഅതിക വർസുഖ്നാ ബിർറഹും യാ റബ്ബൽ ആലമീൻ. ചെറിയൊരു ദുആയാണ്, ചെറിയൊരു ദുആയാണ്. ഈ ദുആ പഠിച്ചു വെക്കണേ ഉമ്മമാരെ, പഠിച്ചു വെക്കണേ. മക്കളുടെ ദുസ്വഭാവം, അതുപോലെ തന്നെ പെൺകുട്ടികൾ, നമുക്ക് പെൺകുട്ടികളുണ്ടല്ലോ, പെൺകുട്ടികളുള്ള മാതാപിതാക്കളുണ്ട്. നമുക്ക് ബേജാറാണ്, അല്ലാഹുവേ വഴിതെറ്റി പോകുമോ അല്ലാഹ്, ഞങ്ങളെ ചതിക്കുമോ അല്ലാഹ്, മറ്റുള്ളവരാൽ ചതിക്കപ്പെടുമോ അല്ലാഹ്. ആലുവ സംഭവം നമ്മൾ അറിഞ്ഞതാണ്. ആലുവയിലെ ആ പെൺകുട്ടി, അല്ലാഹു തആല അത്തരത്തിലുള്ള വലിയ ഭീകരമായ അവസ്ഥകളെ തൊട്ട് നമ്മെയും നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു തആല സമാധാനം കൊടുക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള വലിയ ചതികളെ തൊട്ട് അല്ലാഹു നമ്മളെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയൊക്കെ പ്രത്യേകം പറഞ്ഞു പഠിപ്പിക്കണം. നമുക്ക് അറിയില്ലാത്ത, നമുക്ക് പരിചയമില്ലാത്ത ആര് വന്ന് എന്ത് തരാമെന്ന് പറഞ്ഞാലും മിഠായി കാണിച്ച് വിളിക്കും, പോകരുത്. ആരെന്ത് നമ്മുടെ ശരീരത്ത് തൊട്ടാലും അതൊക്കെ നമ്മൾ ഉമ്മയോട് പറയണം, വാപ്പയോട് പറയണം. അങ്ങനെയുള്ള നല്ല ബോധം ഇപ്പോഴേ നമ്മുടെ ചെറിയ മക്കൾക്ക്, ആൺകുട്ടിയും പെൺകുട്ടിയും ഇപ്പോഴേ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക കേട്ടോ. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കി, സ്വാലിഹാത്തുകളാക്കി അല്ലാഹു വളർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഈ ദുആ ഒന്നുകൂടി പറയാം. അല്ലാഹുവേ ബാരിക് ലനാ ഫീ ഔലാദിനാ, അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ ബറക്കത്ത് നൽകണേ. വലാ തദുർറഹും, അവരെ നീ പ്രയാസത്തിലാക്കരുതേ, ഞങ്ങളുടെ മക്കളെ നീ പ്രയാസത്തിലാക്കരുത്. വവഫിഖ്ഹും ലിത്വാഅതിക, നിനക്ക് ആരാധന അർപ്പിക്കുവാൻ അവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. വർസുഖ്നാ ബിർറഹും യാ റബ്ബൽ ആലമീൻ, അവരെ കൊണ്ട് ഞങ്ങൾക്ക് ഭാവിയിൽ നീ ഗുണം ചെയ്യുന്നവരാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് ഭാവിയിൽ ഗുണമുള്ളവരാക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഔലാദിനാ വലാ തദുർറഹും വവഫിഖ്ഹും ലിത്വാഅതിക വർസുഖ്നാ ബിർറഹും യാ റബ്ബൽ ആലമീൻ. ഇതാണ് മൂന്നാമത്തെ കാര്യം, ആ ദുആ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ദുആ. ഇനി നാലാമതായി, മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് അവരുടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെ വലിയ ബുദ്ധിമുട്ട് പറയുന്നവരെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആത്മീയമായ ഒരു ഒറ്റമൂലി. നാലാമത്തെ കാര്യം, ഉമ്മമാരും ഉപ്പമാരും ചെയ്യേണ്ടത് ഒരു ഇസ്മാണ്, അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ. ആ ഇസ്മ നമ്മൾ എന്നും രാവിലെ, എല്ലാ ദിവസവും രാവിലെ, പ്രത്യേകിച്ച് ഉമ്മമാര് രാവിലെ 33 പ്രാവശ്യം, എല്ലാ ദിവസവും രാവിലെ 33 പ്രാവശ്യം അള്ളാഹുവിൻ്റെ ഈ ഒരു ഇസ്മ. ഏതാണ് അള്ളാഹുവിൻ്റെ പേര്? ഇസ്മ യാ മുതകബ്ബിറു യാ അല്ലാഹ്, യാ മുതകബ്ബിറു യാ അല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ ആ പേര് 33 പ്രാവശ്യം പറയുകയും മക്കൾക്ക് കൊടുക്കുന്ന വെള്ളമാവട്ടെ, ചായയാവട്ടെ, അതുപോലെ തന്നെ പാലാവട്ടെ, മറ്റ് ഭക്ഷണ വസ്തുക്കളാവട്ടെ, അതിലേക്ക് മന്ത്രിച്ച് ഊതുകയും ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുകയും എന്നിട്ടത് മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുകയും ചെയ്താൽ അത് അവരുടെ മക്കളിൽ നമുക്ക് ബറക്കത്ത് കാണാൻ സാധിക്കും. വഴിതെറ്റി പോകുന്നതിന് തൊട്ടുള്ള വലിയൊരു കാവലാണ് എന്ത്? യാ മുതകബ്ബിറു യാ അല്ലാഹ് എന്ന ആ ഒരു അള്ളാഹുവിൻ്റെ ഇസ്മ. ആ ഒരു ഇസ്മ 33 പ്രാവശ്യം എല്ലാ ദിവസവും രാവിലെ പറഞ്ഞ്, ഭക്ഷണം ഉണ്ടാക്കുന്ന സമയമുണ്ടല്ലോ, പുട്ടും ഇടിയപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കൂലേ, കറികളും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇത് പറഞ്ഞിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മുടെ അതിലേക്ക് ഊതിയിട്ട് നമ്മുടെ മക്കൾക്കും മറ്റുള്ളവർക്കും കൊടുക്കുക. എന്തുണ്ടാകും? എല്ലാവിധ ബറക്കത്തും നിലനിൽക്കും. മാത്രമല്ല ശമ്പളമില്ലാതെ, അല്ലെ, ഒരുപാട് ഉമ്മമാർ പറയുന്നുണ്ട് മക്കളുടെ ജോലിയിൽ ശമ്പളം ഇല്ല ഉസ്താദെ, ശമ്പളം കുറവാണ്, ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായി, ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞവർ. അതുപോലെ മക്കളുടെ കച്ചവടത്തിൽ പ്രയാസം, മക്കളുടെ വീട് പണി
വീട്ടുപണി നടക്കുന്നില്ല, മക്കളുടെ വിവാഹം നടക്കുന്നില്ല, അങ്ങനെ എന്ത് മക്കളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ മാറാൻ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉറക്കത്തിൽ ഞെട്ടലുണ്ടാകും. ചില കുട്ടികൾ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റ് കരയും. ആ സമയത്തൊക്കെ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യുക? ഉറങ്ങുന്നതിന് മുമ്പ് യാ മുത്തകബ്ബിറു യാ അല്ലാ എന്ന് 33 പ്രാവശ്യം പറഞ്ഞ് നമ്മുടെ മക്കളെ ഒന്ന് മന്ത്രിക്കുക. മഹാനായ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഈ യാ മുത്തകബ്ബിറു യാ അല്ലാ എന്ന ഇസ്മ ഒരു പുരുഷനും ഒരു സ്ത്രീയും അവർ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ഇത് പറഞ്ഞിട്ട് യാ മുത്തകബ്ബിർ യാ അല്ലാ എന്ന് 11 പ്രാവശ്യം പറഞ്ഞിട്ടാണ് ആ ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ എന്തുണ്ടാകും? അതിൽ ജനിക്കുന്ന കുട്ടി അത് മാതാപിതാക്കൾക്കും പടച്ചവനും അള്ളാഹുവിനും വഴിപ്പെടുന്ന സൽസന്താനമായി മാറുമെന്ന് മഹാനായ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ആത്മീയമായ 4 മരുന്നുകളാണ് ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കേണ്ട 4 മരുന്നുകൾ നമ്മൾ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ നമ്മൾ 2 പഠിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി വളർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും പ്രത്യേകിച്ച് നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, കമന്റ് എഴുതുന്നവർ എല്ലാവർക്കും അല്ലാഹു തആല എല്ലാവിധ ഖൈറുകളും നൽകുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും മാനസികമായ പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, വിവാഹം ശരിയാവാത്തവർ, ഒരുപാട് ദുആ വസിയ്യത്ത് എല്ലാവർക്കും അല്ലാഹു തആല എല്ലാവിധ ഖൈറും സലാമത്തും ഇസ്സത്തും റഹ്മത്തും ഏറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.